നമസ്കാരം. നമ്മുടെ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ പത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കേൾക്കുന്നത് മൊത്തം അക്രമാസക്തമായ വാർത്തകൾ മാത്രമാണ്. 2 ദിവസമായിട്ട് ഞാൻ നമ്മുടെ ഷഹബാസ് മരിച്ചതിനെ പറ്റി എന്ത് പറയണം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആലോചനയ്ക്കൊടുവിൽ 1-2 കാര്യങ്ങൾ എൻ്റെ കുറച്ച് മാത്രമെങ്കിലുള്ള ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം ഇന്ന് ഷഹബാസ് കൂടി എഴുതാനിരുന്ന പരീക്ഷ എഴുതാൻ ഷഹബാസിനെ തല്ലിക്കൊന്നവരെല്ലാം പോകുന്നുണ്ട്. കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഉന്തും തള്ളും കുറ്റകൃത്യങ്ങളും ഒക്കെ തിരുത്തി നമ്മൾ അധ്യാപകർ, ഞാൻ അടങ്ങുന്ന അധ്യാപകരെല്ലാം തന്നെ അവരെ നമ്മൾ പിടിച്ചു മാറ്റുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും ഇതൊക്കെ കാലാകാലങ്ങളായി തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. പക്ഷേ എങ്കിലും എനിക്ക് ഇന്ന് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ നിയമ സംവിധാനങ്ങൾ, രക്ഷകർത്താക്കൾ, അധ്യാപകർ, സമൂഹം, പോലീസുകാർ എല്ലാവരും കുറച്ചുകൂടി ആർജവത്തോടു കൂടിയും സീരിയസോടു കൂടിയും ഈ കാര്യങ്ങൾ കാണണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇന്ന് ഷഹബാസ് എഴുതാത്ത പരീക്ഷ എന്തിനാണ് ഷഹബാസിനെ അടിച്ചു കൊല്ലാൻ മുൻകൈ എടുത്തവർ എഴുതുന്നതെന്ന് ഞാൻ ആലോചിച്ചു. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷയെങ്കിലും അവർക്ക് കിട്ടണ്ടേ. അപ്പം അവരുടെ ഭാവി കളയാതെ, അതായത് കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ തല്ലിക്കൊന്നവരാണ്, അവരുടെ ഭാവി കളയാതെ അവരെ എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതിക്കണം. അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് അടുത്ത അവരുടെ ഭാവി നോക്കി അവർ പോകും. നഷ്ടപ്പെട്ടത് ഷഹബാസിനും ഷഹബാസിൻ്റെ കുടുംബത്തിനും മാത്രം, ഷഹബാസിൻ്റെ വീട്ടിലും. ഷഹബാസിനെ പോലെ തന്നെയാണ് ബാക്കിയുള്ള കുട്ടികളെയും എല്ലാ രക്ഷകർത്താക്കളും അവരെ ആഗ്രഹിച്ച് വളർത്തുന്നത്. ഇവരെല്ലാവരും തല്ലുപിടിക്കാനും എല്ലാം പോയത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞപ്പോൾ കയ്യബദ്ധം പറ്റിയതല്ല. ഷഹബാസിനെ കൊല്ലുമെന്നും അവൻ്റെ കണ്ണൊന്നുമില്ല, അവനെ അടിച്ച് ഞാൻ റെഡിയാക്കിയെന്നും ഒക്കെയുള്ള വോയിസ് മെസ്സേജുകളെല്ലാം തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ മനഃപൂർവ്വം കരുതിക്കൂട്ടി തന്നെ ആ പയ്യനെ ഇത്രയും ആക്രമിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് വേണം പറയാൻ. അങ്ങനെ കൊലപ്പെടുത്തി ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് എൻ്റെ ബഹുമാനപ്പെട്ട സർക്കാരൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. എന്തിനാ അങ്ങനെയുള്ളവർ പരീക്ഷ എഴുതി ജയിച്ച് നാളെ വീണ്ടും പുറത്തോട്ടിറങ്ങിയിട്ട് വീണ്ടും അടുത്ത കണ്ണി കാണുന്നവരെ തല്ലിക്കൊല്ലാനും? ഇന്നത്തെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MDMA കഞ്ചാവും ലഹരി മരുന്ന് കേസുകളുമായി പിടിക്കപ്പെട്ടവരുടെ വാർത്ത മാത്രമേ ഉള്ളൂ ഒരു പേജ് മുഴുവനും. അപ്പോൾ അത്രയും സമൂഹത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുക. പോലീസുകാർക്ക് പരിധിയുണ്ട്, അധ്യാപകർക്ക് പരിധിയുണ്ട്. എന്തിനേറെ പറയുന്നു, സ്വന്തം രക്ഷകർത്താക്കൾക്ക് തന്നെ അവരുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ പരിധിയാണ്. എല്ലാവരും, അതായത് രക്ഷകർത്താക്കളെല്ലാം അവർ വാശിയാണ്. അച്ഛനും അമ്മയും ആരാണ് കൂടുതൽ സമ്പാദിക്കുന്നത്, ആരാണ് ജോലിക്ക് പോകുന്നത്, ആരാണ് കൂടുതൽ ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് എന്നൊക്കെയുള്ള മത്സരത്തിലാണ് അച്ഛനും അമ്മയും. അതിനുശേഷം അവർക്ക് ഫ്രീ ആവുന്ന സമയങ്ങളിൽ അവൾ സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണുകളിലും അവരുടെ ലോകത്തേക്ക് അവർ പോകും, കുട്ടികൾ അവരുടെ ലോകത്തേക്കും പോകും. നമ്മൾ ഓരോ പേരൻസും ചിന്തിക്കേണ്ടത് നമ്മൾ എന്താണ് കൂടുതൽ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവർക്ക് വേണ്ടി നമ്മൾ ഇവരെ മനസ്സിലാക്കുന്നുണ്ടോ, ഇവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു. നമ്മളെല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു കാര്യം, നിനക്ക് എന്തോത്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്, നിനക്ക് ഉണ്ണാനില്ലേ, ഉടുക്കാനില്ലേ, നിനക്ക് നമ്മൾ അനുഭവിച്ചതുപോലെ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഓരോ പേരൻസും നമ്മുടെ മക്കളോട് ചോദിക്കുന്നത്. പക്ഷേ അവരെ കേൾക്കാനും അവരോടിരുന്ന് സംസാരിക്കാനും ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ നടന്നു എന്ന് അവരെ വിളിച്ച് അടുത്തിരുത്തി ചോദിക്കാനും നമ്മളെ രക്ഷകർത്താക്കൾ നല്ല അടി, എന്തെങ്കിലും കുരുത്തക്കേടോ കുസൃതിയോ വീട്ടിലെ അടിപിടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടാകുമ്പോൾ പോലും ഇപ്പോഴത്തെ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളും കുറേ പേരൻറ്റിങ്ങുകളും പേരൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ക്ലാസ്സുകളും എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൂടിപ്പോയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. നമ്മളെയൊക്കെ വളർത്തിയ സമയത്ത് നമ്മുടെ പേരൻസ് ഒന്നും ഒരുവിധ പേരൻറ്റിങ് കെയർ ക്ലാസ്സും അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പുസ്തകവും വായിച്ചിട്ടല്ല നമ്മളെയൊന്നും അവർ വളർത്തിയത്. എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കാണിച്ചാൽ നല്ല രീതിയിൽ അറിഞ്ഞു തന്നെയാണ് നമ്മളെല്ലാം വളർത്തിയത്, അല്ലേ? നല്ല വൃത്തിക്ക് നമുക്ക് അടി കിട്ടിയ നമ്മളെല്ലാം വളർന്നത്. അതേപോലെ വീട്ടിൽ കിടന്ന് തന്നെ അടി കൂടുന്ന സമയത്ത് ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലോ എന്തെങ്കിലും ചെറിയ കശപിശകളോ വഴക്കുകളോ ഉണ്ടായാൽ അവിടെ തന്നെ നമ്മൾ അവരെ കോംപ്രമൈസ് ചെയ്ത് അടി കൊടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കൊടുത്ത് അവരെ നേരെയാക്കുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടിങ്ങനെ തമ്മിൽ തല്ലുമ്പോൾ അടിക്കുമ്പോൾ എവിടെയെങ്കിലും വാക്കല്ലാതെ പോയി വീണാൽ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു കൊടുത്ത് അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി, അവരെ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട്, അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് സ്കൂളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞാൽ ആ തെറ്റിനെ അവിടെ ചെന്ന് തിരുത്തി, അല്ലാതെ എൻ്റെ മകൻ ചെയ്യില്ല മകന് സപ്പോർട്ടും പറഞ്ഞല്ല നമ്മൾ വരേണ്ടത്. തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തുക തന്നെ ചെയ്യണം.
അങ്ങനെ നമ്മൾ പേരൻസ് കുട്ടികളെ കേൾക്കാനും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും, നിനക്ക് ഏതെങ്കിലും കുട്ടിയോട് എന്തെങ്കിലും രീതിയിലുള്ള വൈരാഗ്യമുണ്ടോ, നിന്നെ ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചോ എന്നൊക്കെ നമ്മളൊരു 10 വയസ്സ് കഴിഞ്ഞാൽ നിരന്തരം കുട്ടിയോട് നമ്മൾ ചോദിക്കണം. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ മനസ്സിൽ തോന്നുന്നത്? നമ്മൾ പഠിക്കാൻ പറഞ്ഞ് കുട്ടിയോട് വഴക്കുണ്ടാക്കും, നമ്മൾ അടി കൊടുക്കണം. ഇതെല്ലാം നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കാര്യമാണ്. ദയവായിട്ട് നമ്മൾ കുറച്ച് ഈ മൊബൈൽ ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും നമ്മളുടെ ഈ പൈസയ്ക്ക് പിറകെയുള്ള ഓട്ടത്തിൽ നിന്നൊക്കെ കുറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാനും കൂടി നമ്മൾ സമയം കണ്ടെത്തുക. അവർക്ക് ആകാശത്തിൽ നിന്ന് അമ്പിളിമാമനെ വേണമെങ്കിൽ ഞാൻ പിടിച്ചു കൊടുക്കും എന്ന് പറയുന്നിടത്തല്ല, അവനെ ഒരു പുല്ലുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്തല്ല ഒരു പേരൻറ്റിൻ്റെ വിജയം. അവൻ തെറ്റ് ചെയ്താൽ അവന് നല്ല അടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൻ പറയുന്നതെല്ലാം ഒന്നും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, പറയുന്ന സമയത്ത് ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല, അങ്ങനെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, അവരുടെ എല്ലാ നിർബന്ധത്തിനും അങ്ങനെ പറയുന്ന പേരൻസിന് അഭിമാനമുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് അവന് പറഞ്ഞു കൊടുക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നതിലാണ് അഭിമാനം. അവനെ ഉപദ്രവിക്കാതെ അവരെ എന്തവർ ചെയ്താലും ഉപദ്രവിക്കാതെ ചിരിച്ചു തള്ളുന്നതാണ് സ്നേഹം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ കാലം മാറി, നമ്മൾ കുട്ടികൾ മാറി, പേരൻസ് മാറി, അധ്യാപകർ മാറി. ഇപ്പം ഞാൻ തന്നെ ഒരു 5 വർഷം മുമ്പേ ഉള്ള ഉമ്മ അല്ല ഇപ്പം ഞാൻ. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങളിലായാലും എൻ്റെ കരിയറിലായാലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള കാര്യങ്ങളിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾ മാറുന്നു, പേരൻസ് മാറുന്നു, സൊസൈറ്റി മാറുന്നു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൂടുന്നു, സിനിമകളിലെ വയലൻസ് കൂടുന്നു, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു സിനിമയാണ്, അത് കൃത്യമായ ക്യാമറയുടെ സഹായത്തോടു കൂടിയും സ്റ്റണ്ട് മാസ്റ്ററുടെ സഹായത്തോടു കൂടിയും വെറുതെ ക്യാമറ ട്രിക്കുകളിലൂടെയും മാത്രം ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ, അതായത് വെറും ഒരു എന്താ പറയുന്ന വെറുതെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സംവിധാനമാണ് പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് രാവിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മൂക്കാടെ ഒരു മലയാള മനോരമയിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ പോസ്റ്റ് ഞാൻ വായിക്കുകയുണ്ടായി. മമ്മൂക്ക പറഞ്ഞു, ബുർജ് ഖലീഫയുടെ മേലിൽ നിന്നൊരു കുട്ടികൾ ഡൈവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്ന് നമ്മളെല്ലാവരും ബുർജ് ഖലീഫയുടെ മണ്ടയിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുമോ? കാരണം അത് കൃത്യമായ പരിശീലനം കിട്ടി കൃത്യമായി പ്രാക്ടീസ് ചെയ്തവർ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതുപോലെയാണ് സിനിമ എന്ന് പറയുന്നത്. അവർ കൃത്യമായ പ്രാക്ടീസുകളോടുകൂടി ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത് ഒരു നടത്തയായിരിക്കും ഒരു സമയം ഷൂട്ട് ചെയ്യുന്നത്, ഒരു വെട്ടാൻ പോകുന്ന വാളിങ്ങനെ ഓങ്ങുന്നതായിരിക്കും ഒരു സമയം ഷൂട്ട് ചെയ്യുന്നത്. അതൊന്നും റിയലിസ്റ്റിക് അല്ല എന്നുകൂടി നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ നമ്മുടെ പാഠ്യ വിഷയങ്ങളിൽ തന്നെ സിലബസിനകത്ത് നമ്മളിപ്പം ലഹരിയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ബോധവൽക്കരണങ്ങളും ക്ലാസ്സുകളും എക്സൈസുകാർ വന്ന് ക്ലാസ് എടുക്കുന്നു, പോലീസുകാർ വന്ന് ക്ലാസ് എടുക്കുന്നു. ഞാൻ വരെ ഈ ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഇപ്പോഴും എടുക്കുന്നു. കഴിഞ്ഞ ദിവസം കൂടി 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടാണ് വന്നത് ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് എത്രത്തോളം കുട്ടികൾ ഉൾക്കൊള്ളുന്നു എന്നോ അവരുടെ മനസ്സിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്നോ ഒന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും അതുകൂടി നമ്മുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം. ഇതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കണം, എത്ര വയസ്സുള്ള കുട്ടിയുടെ കയ്യിലാണ് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ കൊടുക്കേണ്ടത്. നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ ഫോൺ ദയവായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കൂ. അപ്പോൾ അവർ അതിൽ എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഇത് 11 വയസ്സുള്ളയും 12 വയസ്സുള്ളയും കുട്ടിക്ക് സ്വന്തമായി മൊബൈൽ ഫോണാണ്. അവരതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കി അവർ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, അവർ ഓരോ ആയുധങ്ങളും വയലൻസുകളും MDMA പറ്റിയും കഞ്ചാവിനെ പറ്റിയൊക്കെയാണ് ഇവരെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് നമ്മുടെ നിയമ സംവിധാനം കൂടുതലായിട്ട് ഉണ്ടാകണം. നമ്മുടെ നിയമം എന്തായാലും ഇതിന് വലിയൊരു ഘടകമാണ്. SSLC പരീക്ഷ എഴുതുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൂടെ പഠിക്കുന്ന സഹപാഠിയെ അടിച്ചു കൊന്ന 5 പേർക്ക് പരീക്ഷ എഴുതാനുള്ള പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി വന്ന് പരീക്ഷ എഴുതാനുള്ള സാഹചര്യമൊന്നും ദയവായിട്ട് നമ്മുടെ സർക്കാർ ഒരുക്കി കൊടുക്കണ്ട. അവരുടെ 1 വർഷം പോകട്ടെ, 2 വർഷം പോകട്ടെ, എന്തെങ്കിലും ഒരു ശിക്ഷ അവർക്ക് കിട്ടണ്ടേ? നമ്മൾ പറയുന്നത് പോലെ കോടതിയിൽ ഒരു കൊലപാതകം ചെയ്തയാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് മരിച്ചയാൾ തിരിച്ചു വരാനല്ലല്ലോ. മരിച്ചയാൾ എന്തായാലും ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി ഒരിക്കലും ഒരാളത് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ആർക്ക് പാഠം, എന്തൊരു പാഠമാണ് സമൂഹത്തിന് നിയമം കൊടുക്കുന്നത്? അപ്പം ഇരിക്കുന്ന കുട്ടികൾ വിചാരിക്കും അടിയും കൂട്ടത്തല്ലൊക്കെ നടന്നെങ്കിലും എന്താ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, ജുവനയിലല്ലേ ഇപ്പോൾ അവരുള്ളത്, കുറച്ച് കഴിയുമ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങും, അവർ പരീക്ഷ എഴുതി ഇനി അവർ +1 പഠിക്കും, ജുവനയിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് കുട്ടികളുടെ മുമ്പിലേക്ക് എത്തുന്നത്. എൻ്റെ മകന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ തന്നെ ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു,
ചോദിക്കുന്നു. ഉമ്മി, അവർ പരീക്ഷയൊക്കെ എഴുതി അവർ ജയിക്കുവാണെങ്കിൽ അവരിനി അടുത്ത +1 ചേരുമല്ലോ, വലിയ ശിക്ഷയൊന്നും അവർക്ക് കിട്ടത്തില്ലല്ലോ എന്ന്. അപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അപ്പം വരുന്നത് ഇത് തന്നെ. കാരണം കുട്ടികളെല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, അവരുടെ മനസ്സിലും ഇതെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ തികച്ചും വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഞാനൊരു അധ്യാപിക കൂടിയാണ്, കുട്ടികളെല്ലാം തന്നെ നല്ല രീതിയിൽ വിജയിച്ച് അവരുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു അധ്യാപിക. അത് ഞാൻ വളരെ സ്വകാര്യ അഹങ്കാരത്തോടു കൂടി തന്നെ പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അതേപോലൊരു കുഞ്ഞ് എന്താ പറയുന്നത്, മണ്ണിനടിയിൽ പോയി കഴിഞ്ഞ് അവനെ കൊല്ലാൻ ഉത്തരവാദികളായവർക്ക് എന്തെങ്കിലും ശിക്ഷകൾ കൊടുക്കുക. എന്നാലേ മറ്റൊരാളത് ചെയ്യാതിരിക്കൂ, അല്ലാതെ മരിച്ച ആളൊരിക്കലും തിരിച്ചു വരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ പറ്റി നമ്മുടെ പാഠ്യപുസ്തകങ്ങളിൽ കൃത്യമായി ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അതിനുള്ള ക്ലാസ്സുകൾ എടുക്കുക, പേരൻസിന് ക്ലാസ് എടുക്കുക, രക്ഷകർത്താക്കൾക്ക് ക്ലാസ് എടുക്കുക, അതുപോലുള്ള സന്നദ്ധ സംഘടനകൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഏറെക്കുറെയെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ നമുക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇത് എത്ര പേര് ഇതെല്ലാം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ 2-3 ദിവസമായി തളം കെട്ടിക്കിടന്ന ഈ സംഭവങ്ങളെല്ലാം ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഇത്രയും ഷെയർ ചെയ്യുന്നു. താങ്ക് യു.